ശിവപുരത്തെ ശാന്തിക്കാരൻ എന്ന അനുഭവ പുസ്തകമാണ് ഇപ്പോൾ ഇവിടെ പ്രകാശിപ്പിക്കപ്പെടുന്നത്. പ്രകാശനം നിർവഹിക്കുന്നത് സുപ്രസിദ്ധ ഛായാഗ്രാഹകനും ചലച്ചിത്ര അധ്യാപകനുമായ ശ്രീ സണ്ണി ജോസഫ്. പുസ്തകം സ്വീകരിക്കുന്നത് വിഖ്യാത ചിത്രകാരനായ ശ്രീ കാരയ്ക്ക മണ്ഡപം വിജയകുമാർ, ചലച്ചിത്ര നിരൂപകനായ ശ്രീ എ ചന്ദ്രശേഖർ, നിർമ്മാതാവും സംവിധായകനുമായ അനിൽ ദേവ്, ഗ്രന്ഥകർത്താവായ ശ്രീ വിജയകൃഷ്ണൻ എന്നിവർക്ക് സ്വാഗതം. വേദിയിൽ ഇരിക്കേണ്ട വ്യക്തികൾ തന്നെയാണ് സദസ്സിലുമുള്ളത്. എല്ലാവർക്കും സ്വാഗതം. ശ്രീ കാരയ്ക്ക മണ്ഡപം വിജയകുമാറിന് പുസ്തകം നൽകിക്കൊണ്ട് ശ്രീ സണ്ണി ജോസഫ് പ്രകാശനം നിർവഹിക്കുന്നു. രണ്ട് വാക്ക് സംസാരിക്കാനായി ശ്രീ സണ്ണി ജോസഫിനെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, സുഹൃത്തുക്കളെ, ഞാനൊരു പ്രാസംഗികനല്ല. വല്ലപ്പോഴുമൊക്കെ സിനിമ സംബന്ധിയായ ക്ലാസ്സുകൾ സ്കൂളുകളിലോ ഇൻസ്റ്റിറ്റ്യൂട്ടിലോ ഒക്കെ എടുക്കുന്ന ഒരു ശീലം മാത്രമേ എനിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരു വലിയ പ്രഭാഷണമൊന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും എന്നെ ഈ 51ാമത്തെ വിജയകൃഷ്ണൻ രചിച്ച ഈ പുസ്തകം പ്രകാശനം ചെയ്യുവാൻ എന്നെ വിളിച്ചപ്പോൾ അതിലൊരു അരനൂറ്റാണ്ട് കാലത്തെ സ്നേഹബന്ധത്തിൻ്റെ കഥയുണ്ട്. അപ്പം അതുകൊണ്ട് കൂടിയായിരിക്കണം വിജയകൃഷ്ണൻ എന്നെ ഈ ഒരു സന്ദർഭത്തിൽ വിളിച്ചത്. ഏതാണ്ട് 1974-76 കാലഘട്ടത്തിൽ ഞാനും സിനിമ സംബന്ധമായ അന്വേഷണങ്ങളുടെ പുറകെ നടക്കുന്ന സമയത്ത് ആദ്യമായി ഒരുപക്ഷെ മലയാളത്തിൽ ഗൗരവമായി സിനിമയെ കണ്ടുകൊണ്ട് സിനിമയെ പറ്റിയുള്ള ലേഖനങ്ങൾ വായിച്ചു തുടങ്ങിയത് തീർച്ചയായിട്ടും വിജയകൃഷ്ണൻ്റെ ലേഖനങ്ങളാണ്. ആ കാലത്ത് അദ്ദേഹം സോവെക്സ്പോർട്ട് ഫിലിമിൻ്റെ ചില സിനിമകൾ എടുത്ത് അത് കേരളത്തിലെ ഫിലിം സൊസൈറ്റികൾക്ക് വിതരണം ചെയ്യുന്ന ഒരു പതിവുണ്ടായിരുന്നു. അപ്പോൾ ആ തരത്തിൽ ആന്ദ്രേ ടാർക്കോവ്സ്കിയുടെ സൊളാരിസ്, അന്ന് എനിക്കിത് ആന്ദ്രേ ടാർക്കോവ്സ്കിയാണ് ഡയറക്റ്റ് ചെയ്തതെന്നും അത് ആന്ദ്രേ ടാർക്കോവ്സ്കി ആരാണെന്നുള്ള വലിയ പിടിപാടൊന്നുമില്ലായിരുന്നു. പക്ഷെ അത് വിജയകൃഷ്ണൻ്റെ കയ്യിൽ ആ സിനിമയുടെ ഒരു പ്രിൻ്റ് ഉണ്ടെന്ന് കേട്ടിട്ട് ഞാനപ്പം ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയം, പ്രീ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ്. അപ്പോൾ ആ കാലത്ത് അത് പൊട്ടൻകാവിലുള്ള വിജയകൃഷ്ണൻ്റെ വീട്ടിൽ അന്തിയൂർക്കോണത്ത് ചെന്ന് വീട്ടിൽ നിന്ന് എടുത്ത് ആ വലിയ പെട്ടിയാണ്, ഒരു നിരവധി റീലുകളുള്ള ഒരു സിനിമയാണ്. അപ്പോൾ ആ പെട്ടി അവിടെ നിന്ന് ബസ്സിൽ ചുവന്ന് കയറ്റി ഞാൻ ചേർത്തല വരെ കൊണ്ടുപോയത് എങ്ങനെയാണെന്ന് ഇപ്പോഴും എനിക്ക് അത്ഭുതത്തോടു കൂടിയേ ഓർക്കാൻ പറ്റുള്ളൂ. കാര്യം അത്രയ്ക്ക് വെയിറ്റുള്ള ഒരു ഫിലിം പെട്ടി അന്നത്തെ കാലത്ത് തലയിൽ കയറ്റി ബസ്സിന് മേലെ ഇട്ട് കൊണ്ടുപോകുന്ന, അത് അത്തരത്തിലുള്ള നിരവധി അനുഭവങ്ങളുടെ ഒരു സാക്ഷി കൂടിയാണ്, എൻ്റെ ജീവിതാനുഭവങ്ങളുടെ ഒരു സാക്ഷി കൂടിയാണ് വിജയകൃഷ്ണൻ. അപ്പോൾ വിജയകൃഷ്ണൻ്റെ സ്വന്തം ജീവിതത്തിലെ അനുഭവങ്ങളെ കുറിച്ചിട്ട് ഒരു ആത്മകഥയുടെ രൂപത്തിലല്ലെങ്കിലും പലപ്പോഴായി എഴുതിയിട്ടുള്ള ഈ ലേഖനങ്ങളിലൂടെ അദ്ദേഹം വളരെ സരളമായി എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ നമ്മോട് സംസാരിക്കുകയാണ്. അപ്പോൾ ശിവപുരത്തെ ശാന്തിക്കാരൻ എന്ന് തുടങ്ങി CS വെങ്കടേശ്വരനുമായി നടത്തിയ അഭിമുഖം വരെയുള്ള എല്ലാ ലേഖനങ്ങളും നമ്മോട് വളരെ സ്പഷ്ടമായ രീതിയിൽ അദ്ദേഹത്തിൻ്റെ ജീവിത കാഴ്ചപ്പാടുകളെക്കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട്. പക്ഷെ ഈ പുസ്തകം കയ്യിൽ കിട്ടി അത് വായിച്ചു തുടങ്ങിയപ്പോൾ ഞാനൊന്ന് പരിഭ്രമിച്ചു. അതിലെ ആദ്യ 4 വാചകങ്ങളാണ് ആ പരിഭ്രമം ഉണ്ടാക്കിയത്. എൻ്റെ പേര് വിജയകൃഷ്ണൻ എന്നല്ല, ഞാനൊരു ചലച്ചിത്ര നിരൂപകനും സംവിധായകനുമല്ല, ചോര കണ്ടാൽ തലകറങ്ങുന്നവനുമല്ല, ഞാനൊരു ശാന്തിക്കാരനാണ്, ഞാനൊരു കൊലപാതകിയുമാണ്. ഇത്രയൊക്കെ പറഞ്ഞ് തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ അല്പമൊന്ന് പരിഭ്രമിച്ചു. പക്ഷേ
അദ്ദേഹത്തിൻ്റെതായ ശൈലിയിൽ വളരെ നർമ്മരസത്തോടുകൂടി സ്വന്തം ജീവിതത്തെ നർമ്മരസത്തോടുകൂടി കാണുക എന്നുള്ളത് ശരിക്കും ശുദ്ധഹൃദയമുള്ള ഒരാൾക്ക് സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ഒരു വ്യക്തിത്വം കൂടിയാണ് വിജയകൃഷ്ണൻ്റേത്. നീണ്ട ഈ 50 വർഷത്തെ സൗഹൃദകാലം അങ്ങും ഇങ്ങും അറിഞ്ഞ് സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ എപ്പോഴും കണ്ട് സംസാരിച്ച് പിരിഞ്ഞിട്ടുള്ളത്. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ ഒരു കാര്യം, ഈ പുസ്തകം എടുത്ത് നോക്കിയപ്പോൾ പണ്ടെന്നോ വിജയകൃഷ്ണൻ്റെ അച്ഛൻ്റെ ഒരു പാതയിൽ തന്നെ എങ്ങാണ്ട് പോകാൻ ഒരു ശ്രമം ഉണ്ടായിരുന്നോ എന്നറിയില്ല. വിജയകൃഷ്ണൻ അന്ന് ഈ പൊട്ടൻകാവിലെ വീട്ടിൽ ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെതായിട്ട് വർത്താനം പറഞ്ഞിരുന്ന കൂട്ടത്തിൽ സ്വയം തലമുണ്ടനം ചെയ്ത് രുദ്രാക്ഷമാലയം ഇട്ടിരിക്കുന്ന ഒരു ഫോട്ടോ വിജയകൃഷ്ണൻ്റെത് കണ്ടു. അപ്പം ഞാൻ പറഞ്ഞു, ഈ ഫോട്ടോ എനിക്ക് വേണം. അപ്പം പിന്നെ എപ്പോഴെങ്കിലും ഇത് ആരോടെങ്കിലും പറയാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ആ ഫോട്ടോ ചോദിച്ചത്. വിജയകൃഷ്ണൻ എനിക്ക് ആ ഫോട്ടോ തന്നു. ഞാനത് സൂക്ഷിച്ചു വെച്ചിരുന്നു. വളരെ കാലത്തിന് ശേഷം മാതൃഭൂമിയിൽ ഒരു ലേഖനം എഴുതിയപ്പോൾ ഈ ഫോട്ടോ വേണം എന്ന് പറഞ്ഞ് ഞാനത് തിരികെ കൊടുക്കുകയും ചെയ്തു. ആ ഫോട്ടോ ഇതിൽ അച്ചടിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോഴെനിക്ക് സന്തോഷം. തീർച്ചയായും ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ള മറ്റ് മഹത് വ്യക്തികൾ ഇവിടെയുണ്ട്. ഞാൻ എൻ്റെ സംസാരം ദീർഘിപ്പിക്കുന്നില്ല. എല്ലാ ആശംസകളും. കോണ്ടാക്ട് ബുക്സ് പബ്ലിഷ് ചെയ്ത ഈ പുസ്തകം നിങ്ങളെല്ലാവരും വായിക്കണം. ഒറ്റ ഇരിപ്പിന് ഏതൊരാൾക്കും, സിനിമ അറിയാത്ത ആൾക്കും നോവൽ അറിയാത്ത ആൾക്കും പോലും വായിച്ച് രസത്തോടെ വായിക്കാൻ പറ്റുന്ന ഒരു പുസ്തകമാണെന്നുള്ളതിൽ സംശയമില്ല. എല്ലാ ആശംസകളും വിജയകൃഷ്ണൻ. വളരെ നന്ദി സണ്ണി ജോസഫ് സർ. അടുത്തതായി 2 വാക്ക് സംസാരിക്കാനായി പ്രശസ്ത ചിത്രകാരനായ ശ്രീ കാരയ്ക്ക മണ്ഡപം വിജയകുമാർ സാറിനെ ക്ഷണിക്കുന്നു. ബഹുമാനായ ശ്രീ സണ്ണി ജോസഫ് അവറുകൾ, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനരെ, പ്രിയപ്പെട്ടവരെ, നേരത്തെ നമ്മുടെ ഈ പുസ്തകം പ്രകാശനം ചെയ്ത ശ്രീ സണ്ണി ജോസഫ് സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം 70 മുതലുള്ള ബന്ധമാണ് പറഞ്ഞത്. എനിക്ക് അതിന് തൊട്ടടുത്ത് ഞാൻ തിരുവനന്തപുരത്ത് കോളേജ് ഓഫ് ഫൈൻ ആർട്സിൽ പഠിക്കുന്ന കാലം മുതൽ 77 മുതൽ വിജയകൃഷ്ണൻ ചേട്ടനെ, ഞാൻ അദ്ദേഹത്തെ ചേട്ടനെന്നാണ് വിളിക്കുന്നത്, അദ്ദേഹത്തെ അറിയാം. അന്ന് മുതൽ എൻ്റെ കലാജീവിതത്തിൽ നിരന്തരം ഇടപെടുകയും ഞാനും അദ്ദേഹത്തിൻ്റെ കലാപ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ എഴുത്തുവഴികളിലുമൊക്കെ ബന്ധപ്പെടുകയും ഒക്കെ ചെയ്യാനുള്ള അവസരവും ഭാഗ്യവും കിട്ടിയിട്ടുള്ള ആളാണ് ഞാൻ. അദ്ദേഹം ഈ 77-ൽ ഞങ്ങൾ പരിചയപ്പെടുന്നു. അതിനുശേഷം കലാകൗമുദിയിൽ ഞാൻ ജോലി ചെയ്യുന്ന കാലത്താണ് അദ്ദേഹത്തിൻ്റെ രചനകൾ കൂടുതൽ അടുത്ത് ഇടപഴകുന്നതും വായിക്കുകയും ഒക്കെ ചെയ്യുന്നത്. കലാകൗമുദിയിൽ അദ്ദേഹത്തിൻ്റെ കുറിപ്പ് അവിടെ കിട്ടുമ്പോൾ നമ്മുടെ ഈ അടുത്ത കാലത്ത് നമ്മെ വിട്ടുപോയ എസ് ജയചന്ദ്രൻ നായർ അവർ, അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ അത് വായിക്കുന്നത് പിന്നീടാണ്, അതപ്പം തന്നെ കമ്പോസ് ചെയ്യാൻ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഓർമ്മ ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ അത് ഓർത്തു പോവുകയായിരുന്നു. അപ്പോൾ ആ ഒരു അദ്ദേഹത്തിൻ്റെ രചനകൾ ലോക സിനിമയെ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയെ നമ്മുടെ സാമാന്യ ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചലച്ചിത്ര കലയുടെ സൗന്ദര്യശാസ്ത്രം എങ്ങനെയാണ് നമ്മുടെ ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുക എന്ന് ആഴത്തിൽ ചിന്തിക്കുകയുമൊക്കെ ചെയ്ത എഴുത്തുകാരനാണ്, അല്ലെങ്കിൽ ചലച്ചിത്ര പ്രവർത്തകനാണ്, ചലച്ചിത്ര സംവിധായകനാണ് അദ്ദേഹം. അത് കഴിഞ്ഞ് ആ ഒരു കാലം കഴിഞ്ഞിട്ടാണ് ഞാനും സർക്കാർ സർവീസിലൊക്കെ ജോലി ചെയ്യുന്ന കാലത്താണ് അദ്ദേഹം സീരിയൽ രംഗത്ത് വളരെ സജീവമായി ഇടപെടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു കാലത്ത് അദ്ദേഹത്തോടൊപ്പം കലാസംവിധായകനായി പ്രവർത്തിക്കാൻ എനിക്ക് അവസരം ലഭിച്ചു. അദ്ദേഹത്തിൻ്റെ അന്ന് ഇന്നത്തെ പോലെയല്ല, വളരെ 13 എപ്പിസോഡ് 26 എപ്പിസോഡൊക്കെ ചെയ്യുന്ന ഒരു കാലമാണ്. നമ്മുടെ മലയാളത്തിലെ ശ്രദ്ധേയരായ എഴുത്തുകാരുടെ രചനകൾ സീരിയലുകളിൽ കൊണ്ടുവരിക, നമ്മുടെ ജനങ്ങളുടെ ഇടയിലേക്ക് അത് വേണ്ട വിധത്തിൽ എത്തിക്കുക. പല കൃതികളും ഇത്തരം രചനകളിലൂടെ അല്ലെങ്കിൽ ഇത്തരം കലാവിഷ്കാരങ്ങളിലൂടെയാണ് കൂടുതൽ ആളുകളിലേക്ക് എത്തുക എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അത്തരം കഥകൾ തിരഞ്ഞെടുത്തുകൊണ്ട് മലയാളത്തിൻ്റെ എപ്പോഴത്തെയും ക്ലാസിക് കൃതികളായിട്ടുള്ള രചനകൾ അദ്ദേഹം ഈ മാധ്യമത്തിലൂടെ ജനങ്ങളിലേക്ക് എത്തിച്ചത്. അപ്പോൾ ആ ഒരു സമയത്ത് അദ്ദേഹത്തിനോടൊപ്പം പ്രവർത്തിക്കുവാൻ
എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. ദീർഘകാലം അദ്ദേഹം ആ സീരിയൽ എടുത്തിരുന്ന കുറേ കാലങ്ങളിൽ ഒരു 7-8 വർഷത്തോളം അതിൽ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുകയും എനിക്ക് ഒരു സംസ്ഥാന അവാർഡ് ആദ്യമായി ലഭിക്കുന്നത് അദ്ദേഹത്തിനോടൊപ്പം പ്രവർത്തിച്ചതിൻ്റെ കലാസംവിധായകനുള്ള സംസ്ഥാന അവാർഡും എനിക്ക് ലഭിക്കുകയുണ്ടായി. അങ്ങനെ നിരന്തരം ഉള്ള ഒരു ആത്മബന്ധം അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനങ്ങളിലൊക്കെ എനിക്കും ഇടപെടാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ചിത്ര പ്രദർശനങ്ങളിലും കലാപ്രദർശനങ്ങളിലും എൻ്റെ ചെറിയ എഴുത്തു വഴികളിലുമൊക്കെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്, നന്ദിയോടുകൂടി ഓർക്കുകയാണ്. മറ്റൊന്ന്, അതിനുശേഷം അദ്ദേഹത്തിൻ്റെ സാഹിത്യ രചനകൾ, അദ്ദേഹത്തിൻ്റെ കഥകൾ, അത്തരം രചനകൾ നടക്കുമ്പോഴും ഈ ഓണപ്പതിപ്പുകളിലൊക്കെ, ഇപ്പോൾ ഈ കഴിഞ്ഞ ഓണപ്പതിപ്പിലും ജനയുഗത്തിലും കേരള കൗമുദിയിലുമൊക്കെ അദ്ദേഹത്തിൻ്റെ കഥകൾക്ക് ചിത്രം വരയ്ക്കാനുള്ള അവസരവും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾക്ക് കവർ ഡിസൈൻ ചെയ്യുക, അങ്ങനെ നിരവധിയായ സാഹിത്യ കലാപ്രവർത്തനങ്ങളിലൊക്കെ ആ ഒരു ഇഴയെടുപ്പം ഞങ്ങളുടെ മനസ്സുകൾക്ക് അല്ലെങ്കിൽ സാഹിത്യ രചനകൾക്ക് കലാവിഷ്കാരങ്ങൾക്കും ഒക്കെ തമ്മിൽ ഒരു ചേർച്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും വളരെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടി ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ അത്തരം ആ ഒരു ഓർമ്മകളിൽ നിന്നുകൊണ്ടാണ് ഈ ശിവപുരത്തെ ശാന്തിക്കാരൻ എന്ന അദ്ദേഹത്തിൻ്റെ ചലച്ചിത്ര കാലത്തെ അല്ലെങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങളുടെ കലാനുഭവങ്ങൾ അത് പകർത്തിക്കൊണ്ടുള്ള ഈ പുസ്തകം, നേരത്തെ ഇവിടെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ സത്യസന്ധമായി, വളരെ ലാളിത്യപൂർണമായി നമ്മുടെ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത്, വായനക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വളരെ സത്യസന്ധമായ ഒരു അവതരണ രീതി എന്നെനിക്ക് തോന്നുന്നു. ഞാൻ ആശംസ പറയേണ്ട ആളല്ല അദ്ദേഹത്തിന്, എന്നാൽ പോലും എൻ്റെ മനസ്സിൽ തൊട്ടുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുന്നു. ഈ പുസ്തകം ക്വാണ്ടിക് ബുക്സ് പ്രസിദ്ധീകരിച്ച, വളരെ നന്നായി ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ഈ പുസ്തകം ആളുകളിലേക്ക് കൂടുതൽ എത്തുക എന്നുള്ളതാണ് നമ്മുടെ ഇവിടെ വന്നിട്ടുള്ളവരും ഇത് കേൾക്കുന്നവരും അറിയുന്നവരുമൊക്കെ ഈ പുസ്തകത്തെക്കുറിച്ച് കൂടുതൽ പറയുക എന്നുകൂടി എൻ്റെ ഒരു സന്തോഷം കൂടി പങ്കുവെച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി സർ. മലയാള ചലച്ചിത്ര നിരൂപണത്തിൻ്റെ പുതിയ മുഖമാണ് ശ്രീ എ ചന്ദ്രശേഖർ. അദ്ദേഹമാണ് ഇനി നമ്മോടൊപ്പം 2 വാക്ക് സംസാരിക്കുന്നത്. ശ്രീ എ ചന്ദ്രശേഖർ സാറിനെ ക്ഷണിക്കുന്നു. വേദിയിലെ ഗുരുജനങ്ങളെ, പ്രിയപ്പെട്ടവരെ, എം ഡിയുടെ 2ാം ഊഴത്തിൽ ഭീമസേനൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതേ പ്രശ്നമാണ്. ആദ്യം 2 തെസ്പീൻസ് സംസാരിച്ച് കഴിയുമ്പോൾ എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എഴുതിക്കൊണ്ടുവന്നതൊക്കെ സണ്ണി പറഞ്ഞു. അപ്പോൾ പിന്നെ പറയാനില്ലാത്തൊരു പ്രശ്നം. എങ്കിലും 1-2 കാര്യങ്ങൾ അതിൽ ആദ്യം പറയേണ്ടത്, 5 മിനിറ്റിനുള്ളിൽ തീർക്കാം. ആദ്യം പറയേണ്ടത്, ഇങ്ങനൊരു ചടങ്ങിൽ എന്നെ കൂടെ പരിഗണിച്ചതിനാണ്. ഞാൻ ഗുരുതുല്യനായിട്ട് എൻ്റെ മാനസഗുരുവായി കരുതുന്ന വിജയൻ സാർ അതിനെന്നെ പരിഗണിച്ചു എന്ന് പറയുന്നത് ഒരു വലിയ ബഹുമതിയായി ഞാൻ കാണുന്നു. രണ്ടാമത്, ഈ പുസ്തകത്തിൽ സണ്ണി പറഞ്ഞതുപോലെ ഇതിലൊരു സ്വയം കളിയാക്കലുണ്ട്. അത് സാറിൻ്റെ മിക്കവാറും എല്ലാ നിരൂപണം ഒഴികെയുള്ള എല്ലാ രചനകളിലും എക്കാലത്തും അങ്ങനെ ഒരു അന്തർധാരയായിട്ടൊരു ചിരിയുണ്ട്. അതിൽ 1-2 ചില ധീരമായ സാധനങ്ങളുമുണ്ട്. അത് അനുയായി ശാപഗ്രസ്തനായ നിഴൽ എന്നുള്ള അധ്യായത്തിൽ ഒരു ബ്രാക്കറ്റുണ്ട്. ആ ബ്രാക്കറ്റ് ഇങ്ങനെയാണ്: അരങ്ങ് കാണാത്ത ആഘോഷങ്ങൾ. എൻ്റെ പ്രധാന നോവലുകളിലൊന്നായ അനുയായിയുടെ പുതിയ പതിപ്പ് പ്രസിദ്ധം ചെയ്യുന്നു എന്നതാണ് മറ്റൊരാഘോഷം. ബ്രാക്കറ്റിൽ പ്രധാന നോവലോ, അതിന് നിങ്ങളുടെ നോവൽ ഏതെങ്കിലും പ്രധാനമാണെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നൊരു ചോദ്യം ഉയർന്നു വരാവുന്നതാണ്. ആരും പറഞ്ഞിട്ടില്ലെങ്കിലും ഞാൻ പറയുന്നു എന്ന് പറയുന്ന ഒരു ആത്മവിമർശനപരമോ എവിടെയോ ശ്രീനിവാസനെ ഓർമ്മപ്പെടുത്തുന്ന തരം എഴുത്തുകളാണ് സാറിൻ്റെ നേരത്തെ പറഞ്ഞ ആദ്യത്തെ വരി മുതൽ. അതുപോലെ ആത്മകഥകൾക്ക് പലപ്പോഴും ഇത് ആത്മകഥയല്ല, ആത്മാനുഭവങ്ങൾ മുൻനിർത്തിയിട്ടുള്ള കുറേ കുറിപ്പുകളാണ്. അത് പലപ്പോഴും എഴുതിയിട്ടുള്ളതാണ്, പലപ്പോഴായിട്ട് എഴുതിയിട്ടുള്ളതുമാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ അതിൻ്റെ അവതരണം സിനിമാറ്റിക്കാണ്. ഫ്ലാഷ് ബാക്കുകൾ പോലെ പെട്ടെന്ന് കാലത്തിലേക്ക് പിന്നോട്ട് പോവുകയും പെട്ടെന്ന് സമകാലത്തിലേക്ക് വരികയും ചിലപ്പോൾ ഒന്ന് അപ്പുറത്തോട്ടൊക്കെ പോകുന്ന രീതിയിലാണ് അത് എഴുതിയിരിക്കുന്നത്. അതിലും സാധാരണ ആത്മകഥാക്കുറിപ്പുകൾക്കും ആത്മകഥകൾക്കും വരുന്ന ഒരു പ്രശ്നം ആയി പറഞ്ഞു കേൾക്കുന്നത്, ഞങ്ങൾ പ്രത്യേകിച്ചും പത്രക്കാരെങ്കിലും പറയുന്നൊരു കാര്യം,
പണ്ടത്തെ കാലത്ത് കൈകൊണ്ട് കമ്പോസ് ചെയ്യുന്ന കാലത്ത് കല്ലച്ച് ഉപയോഗിച്ച് അല്ലെങ്കിൽ മെറ്റൽ അച്ചുകൾ ഉപയോഗിച്ചിരുന്ന കാലത്ത് ആത്മകഥകൾ അച്ചടിക്കുമ്പോൾ ഞാൻ എന്നുള്ളൊരു അക്ഷരം കിട്ടാതെ വരും. കാരണം അതിൽ ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിൽക്കുക ഞാൻ എന്നുള്ള വാക്കായിരിക്കും. ഇതിലങ്ങനെയല്ല. ഇതിൽ സാറ് ഈ അവതരിപ്പിക്കുന്ന ഞാൻ വിജയകൃഷ്ണനല്ല എന്ന് തുടങ്ങുന്ന അധ്യായത്തിലെ ശാന്തിക്കാരൻ സാറല്ല. അപ്പോൾ സാറിനെ പിന്നിലോട്ട് നിർത്തിക്കൊണ്ട്, ഗ്രന്ഥകർത്താവിനെ പിന്നിലോട്ട് നിർത്തിക്കൊണ്ട് അദ്ദേഹം കടന്നു വന്ന, അദ്ദേഹം പരിചയപ്പെട്ട വ്യക്തികളെയും അദ്ദേഹത്തിന് ഉണ്ടായ അനുഭവങ്ങളെയും മുൻനിർത്തിയിട്ടാണ് അദ്ദേഹം ഈ രചന മുഴുവനും നിർവഹിച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, അതിൻ്റെ അവസാനം ഈ ഞാനിന് അദ്ദേഹം വളരെ രസകരമായ, വളരെ ഒരുപക്ഷെ ഈ പുസ്തകത്തിലെ അഭിമുഖത്തിന്, CS വെങ്കടേശ്വരൻ ചെയ്ത അഭിമുഖത്തിന് തൊട്ട് മുമ്പുള്ള അധ്യായം തീരുന്നിടത്ത് ആ കഥാപാത്രത്തോട് ഒരു വലിയ സംഭവമാണ്. അതിൻ്റെ രസച്ചരട് ഞാൻ പൊട്ടിക്കുന്നില്ല. അത് വായിച്ചു കഴിയുമ്പോൾ അതിൻ്റെ അവസാനം നിൽക്കുന്നത് ഇങ്ങനെയാണ്: ഞാനും നീയും ഒന്നാണ്, കാരണം മറ്റുള്ളവർക്ക് തുല്യ പ്രാധാന്യം നൽകുന്ന ഒരു എഴുത്താണ്. ഞാനും നീയും ഒന്നാണ് എന്ന് പറയുന്നിടത്താണ് ഈ പുസ്തകം അവസാനിക്കുന്നത്. അപ്പോൾ വളരെയേറെ തന്മയ പുസ്തകമായിട്ടല്ല എനിക്ക് കിട്ടിയത്, PDF ആയിട്ടാണ് കിട്ടിയത്. ഒറ്റ ഇരിപ്പിന് വായിച്ച് തീർക്കാൻ പ്രേരിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു രചനയാണ്. അപ്പോൾ എല്ലാവരും ഇത് വായിക്കുക. കാരണം ഒരു കാലഘട്ടത്തെ മനസ്സിലാക്കാൻ കഴിയും. ചില രസകരമായ അനുഭവങ്ങൾ, ഇപ്പോഴും പ്രസക്തമായിട്ടുള്ള ചില അനുഭവങ്ങൾ കടന്നു വരാൻ കഴിയും. അങ്ങനെ വളരെ വളരെ റിച്ച് എന്ന് പറയാവുന്ന ഒരു പുസ്തകമാണ്. കൊച്ചു പുസ്തകമാണെങ്കിലും വളരെ കനപ്പെട്ട ഒരു പുസ്തകമാണ്. ഈ പുസ്തകം തീർച്ചയായിട്ടും സാറിൻ്റെ എല്ലാ പുസ്തകങ്ങളും പോലെ അടുത്ത പതിപ്പുകളിലേക്ക് വളരട്ടെ എന്ന് ആശംസിക്കുന്നു. സാറിന് എല്ലാവിധ ഭാവങ്ങളും ആയുരാരോഗ്യം ആശംസിക്കുന്നു. നന്ദി ചന്ദ്രശേഖർ സാർ. മികച്ച ചിത്രങ്ങളുടെ നിർമ്മാതാവും സംവിധായകനുമാണ് ശ്രീ അനിൽ ദേവ്. അദ്ദേഹത്തെ 2 വാക്ക് സംസാരിക്കാനായി ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സമയ ദൗർലഭ്യം കാരണം വളരെ പെട്ടെന്ന് സംസാരിച്ച് നിർത്താം. എഴുത്തിൻ്റെ 60 വർഷങ്ങൾ, സിനിമയിൽ 50 വർഷങ്ങൾ, 50 പുസ്തകങ്ങൾ എന്നിവ പൂർത്തിയാക്കി 51ാമത്തെ പുസ്തകം പുറത്തിറക്കുന്ന ശ്രീ വിജയകൃഷ്ണൻ സാറിന് അത് തന്നെ ഒരു പ്രത്യേകതയാണ്. അദ്ദേഹത്തിന് അതിനുള്ള അഭിനന്ദനം ആദ്യമേ അറിയിക്കുന്നു. 51ാമത്തെ പുസ്തകമാണ് ഇത്. ആദ്യമായി അദ്ദേഹം ലേഖനങ്ങളിലേക്ക് കടക്കുകയാണ്. ഈ ലേഖനങ്ങൾ വായിക്കുമ്പോൾ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരാളായിട്ടാണ് നമ്മളത് എല്ലാവരും കാണുന്നത്. വിജയകൃഷ്ണൻ സാറിന് സാധാരണ കാണുന്ന ആ ഒരു രൂപം വെച്ച് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരാളായിട്ടാണ്. പക്ഷേ ലേഖനങ്ങൾ വായിക്കുമ്പോൾ ജീവിതാനുഭവങ്ങൾ വളരെ നർമ്മഭാവത്തോടെ കാണുന്ന ഒരാളിനെ നമുക്ക് കാണാൻ പറ്റും. വളരെ നല്ല ലേഖനങ്ങളാണ്. 18 ലേഖനങ്ങളും ഒരു ഇൻ്റർവ്യൂവുമായി 19 ആർട്ടിക്കിളായിട്ടാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. എല്ലാം വളരെ മനോഹരമായ ലേഖനങ്ങളാണ്. അതിപ്പോൾ വിശദമായി പറയാൻ സമയമില്ല. 1-2 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിർത്താം. നേരത്തെ സണ്ണി ജോസഫ് സാർ പറഞ്ഞതുപോലെ പുസ്തകം തുടങ്ങുന്നത് നമ്മളെ ഞെട്ടിച്ചുകൊണ്ടാണ്. ഞാനല്ല ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങുന്നത്. ഒരു കൊലപാതകയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുകയാണ്. ആ പുസ്തകത്തിൻ്റെ പേര് ശിവപുരത്തെ ശാന്തിക്കാരൻ എന്നാണല്ലോ. ശിവപുരത്തെ ഒരു മഹാബ്രാഹ്മണൻ്റെ മകനായ ഒരു സനാതനൻ എന്ന് പേരുള്ള ഒരാളാണ് ഞാൻ, അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ഇത് നമ്മൾ വായിച്ചു പോകുമ്പോൾ വളരെ രസകരമായൊരു സംഭവത്തിലെത്തും. നമ്മളെവിടെ പോകുമ്പോൾ ഇപ്പം നാഡീ ജ്യോത്സ്യക്കാരുണ്ട്, നാഡീ ജ്യോതിഷികൾ എവിടെ പോയാലും ഉണ്ട്. അപ്പോൾ ഈ നാഡീ ജ്യോതിഷികളെല്ലാം നമ്മുടെ മുൻപുള്ള ജന്മം പ്രവചിക്കും. ആ പ്രവചനത്തിൽ വിജയകൃഷ്ണൻ സാർ മുമ്പ് ശിവപുരത്തെ ശാന്തിക്കാരനായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് എല്ലാ ജ്യോതിഷികളും നമ്മളെ മുൻജന്മത്തിൽ മനുഷ്യരായിട്ടാണ് കാണുന്നത്. പക്ഷേ പല പുരാണങ്ങളും പറയുന്നത് നമ്മൾ ജീവികളായിട്ട് ജനിച്ചിരിക്കാവുന്നതാണ്. എലിയായിട്ടോ പൂച്ചയായിട്ടോ കുരങ്ങായിട്ടോ അങ്ങനെയൊക്കെ ജീവിച്ചിരിക്കാവുന്നതാണ്. പക്ഷേ ഈ നാഡീ ജ്യോതിഷികൾക്ക് മാത്രം നമ്മൾ മനുഷ്യരായിട്ടായിരിക്കും മുൻപുള്ള ജന്മം. അപ്പോൾ ആ തമാശയിൽ നിന്ന് തുടങ്ങി കുറേ കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് ആദ്യം പോകുന്നു, അദ്ദേഹത്തിനോടും പറയുന്നു നിങ്ങൾ ശിവപുരത്തെ ശാന്തിക്കാരനാണ്. രാജേന്ദ്രൻ എന്നുള്ള സുഹൃത്ത്. സാറ് രണ്ടാമത് പോകുന്നു, സനാതനൻ എന്ന് തന്നെ ഇദ്ദേഹത്തിനോടും പറയുന്നു. അപ്പോൾ 2 പേരോടും പറയുന്നത് ഒരേ കഥയാണ്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മുടെ വിജയകൃഷ്ണൻ സാറ് രാജേന്ദ്രൻ എന്നുള്ള കൂട്ടുകാരനോട് പറയാണ്, രാജേന്ദ്ര നീ തന്നെയാണ് ഞാൻ തന്നെയാണ് നീ. കാര്യം അങ്ങനെയാണ് നാഡീ ജ്യോത്സ്യൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് വളരെ 18 ലേഖനങ്ങളായി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഏറ്റവും അവസാനത്തെ ലേഖനത്തിൽ പറയുന്നത് വേഷപ്രച്ഛന്നരായ നിർമ്മാതാക്കളെ കുറിച്ചാണ്. അപ്പോൾ ഞാനും അദ്ദേഹവും കൂടെ പരിചയപ്പെടുന്നത് ഒരു നിർമ്മാതാവായി, ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ നിർമ്മാതാവായിക്കൊണ്ടാണ്. 2009 അദ്ദേഹം സംവിധാനം ചെയ്ത, തിരക്കഥയിൽ സംവിധാനം ചെയ്ത ദലമർമരങ്ങൾ എന്നുള്ള സിനിമ നിർമ്മിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ ഇത്രയും
സ്ട്രോങ് ആയിട്ടുള്ള ബന്ധം ആരംഭിക്കുന്നത്. അപ്പോൾ അതിൽ വേഷപ്രച്ഛന്നരായ നിർമ്മാതാക്കളെന്ന് കണ്ടുകൊണ്ട് ഞാൻ സ്വാഭാവികമായിട്ടും അത് നോക്കി. അപ്പോൾ മലയാള സിനിമ നിർമ്മാതാക്കളില്ലാതെ നിലനിൽക്കാൻ കഴിയില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം അതിലൂടെ പറയുകയും, എന്നാൽ നിർമ്മാതാക്കളുടെ സിൻസിയറായിട്ടുള്ള നിർമ്മാതാക്കളെ അതിനകത്ത് സൂചിപ്പിക്കുകയും നിർമ്മാതാക്കളുടെ വേഷമിട്ട് വരുന്ന ഒരുപാട് കള്ളനാണയങ്ങളെ അതിൽ സൂചിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നാലും ഈ ലേഖനങ്ങൾ നിർബന്ധമായിട്ടും നമുക്ക് കഥകൾ പോലെ വായിച്ചിരിക്കാവുന്നതാണ്. അതുകൊണ്ട് കഴിയുമെങ്കിൽ ഇത് വാങ്ങിക്കുക, ഇന്ന് തന്നെ വാങ്ങിക്കുക, വാങ്ങിച്ച് വായിക്കുക. വളരെ രസകരമായി ഒറ്റ ഇരിപ്പിൽ നമുക്ക് വായിച്ചു തീർക്കാൻ പറ്റുന്ന ലേഖനങ്ങളാണ്. അപ്പോൾ ഇത് എന്തായാലും എന്നെ ഇതിനെ ക്ഷണിച്ചതിന് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. നന്ദി അനിൽ സർ. നമ്മുടെ ഈ പുസ്തകം ശിവപുരത്തെ ശാന്തിക്കാരൻ എന്ന ഈ പുസ്തകം നമ്മുടെ ഈ വേദിയുടെ വശത്തുള്ള കോണ്ടിക് ബുക്സ് A112 സ്റ്റാളിൽ ലഭ്യമാണ്. അടുത്തതായി മറുവാക്ക് സംസാരിക്കാനായി ഗ്രന്ഥകർത്താവിനെ ക്ഷണിക്കുന്നു, ശ്രീ വിജയകൃഷ്ണൻ. പ്രിയപ്പെട്ടവരെ, ഇവിടെ വേദിയിലും സദസ്സിലും ഒക്കെ ഇരിക്കുന്നവർ ഹൃദയവുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകളാണ്. ഇവരെല്ലാം സംസാരിച്ചപ്പോൾ മനസ്സിലായിട്ടുണ്ട്, എല്ലാവരുമായിട്ടും വർഷങ്ങളുടെ സൗഹൃദമാണ് എനിക്കുള്ളത്. ചിലരൊക്കെ പറയും ഞാൻ എളുപ്പം ശത്രുക്കളെ സൃഷ്ടിക്കുന്ന ആളാണ്. പക്ഷേ സുഹൃത്തുക്കളായി നിൽക്കാറുണ്ട്. ശത്രുക്കൾ വരും പോകും. അതിൽ ഏറ്റവും ഒടുവിൽ ആഡ് ചെയ്ത ആളാണ് എൻ്റെ നിർമ്മാതാവായ അനിൽ ദേവ്. അദ്ദേഹമാണ് വാസ്തവത്തിൽ ഈ സൗഹൃദ നിരയിൽ ഒടുവിൽ വരുന്നത്. പക്ഷേ ഇപ്പോഴും നിൽക്കുന്നത് ഞങ്ങളെ പടം സാമ്പത്തികമായി വിജയിച്ചോ കലാപരമായി അല്ലെങ്കിൽ അവാർഡുകൾ കിട്ടിയോ അതൊക്കെ വേറെ കാര്യം. അതിൽ പലതും സംഭവിച്ചിട്ടുണ്ടാകും. പക്ഷേ അദ്ദേഹം ഇപ്പോഴും എന്നോടൊപ്പം തന്നെ ഉണ്ട്. അപ്പോൾ ഈ അനുഭവങ്ങളെന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ എല്ലാവരും എന്നോട് പറയും ഇതൊക്കെ ഒന്ന് എഴുതാത്തതെന്ന്. പ്രായം ഇത്രയായില്ലേ, ഇനി ഒരു ആത്മകഥ എഴുതിക്കൂടെ എന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷേ എനിക്ക് ഭയങ്കര മടിയാണ് ആത്മകഥ എഴുതാൻ, നമ്മളെക്കുറിച്ച് പറയാനൊക്കെ. എന്നാലും എൻ്റെ കഥകളൊക്കെ വായിച്ചിട്ടുള്ളവർക്കറിയാം, പഴയ ആദ്യകാലത്തെ എൻ്റെ കഥകളൊക്കെ വളരെ ദുരൂഹതയൊക്കെയുള്ള കഥകളായിരുന്നു. പക്ഷെ പിന്നീട് ഞാൻ ഈ ഇവിടെ സൂചിപ്പിച്ച ആ സീരിയലുകളും ഒക്കെ വർക്ക് ചെയ്ത ശേഷം വന്നിട്ടുള്ളത് കുറേ കൂടെ സിമ്പിളാവുകയാണ് ഇത്, ധാരാളം സിമ്പിളായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വിജയകൃഷ്ണൻ്റെ സിനിമാ കഥകൾ എന്നുള്ള പുസ്തകത്തിലും ഏറ്റവും ഒടുവിലിറങ്ങിയ ബാലികേറാമല എന്ന നോവലിലും എൻ്റെ അനുഭവങ്ങൾ കുറേയേറെ ഉണ്ട്. അത് ഞാനെന്ന് പറഞ്ഞ് തന്നെ ചിലത് കൊടുത്തിട്ടുമുണ്ട്, അല്ലാതെയും ഉണ്ട്. പിന്നെ വാതിൽപ്പുറ കാഴ്ചകളെന്ന് പറയുന്ന എൻ്റെ ഒരു പുസ്തകമുണ്ട്. അതിൽ ചില മൺമറഞ്ഞ നമ്മുടെ ചില സംവിധായകരെക്കുറിച്ചൊക്കെയുള്ള ആ കുറിപ്പുകളിലും കുറച്ച് അനുഭവമുണ്ട്. ഇതല്ലാതെ ഈ അങ്ങനെ അനുഭവം എഴുതണമെന്ന് വിചാരിച്ചിട്ടില്ല, പക്ഷേ ഓരോരോ സാഹചര്യങ്ങളിൽ എഴുതേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ എഴുതിയ ലേഖനങ്ങളേ ഉള്ളൂ. വാസ്തവത്തിൽ പറയാനുള്ള ധാരാളം കാര്യങ്ങൾ കിടക്കുന്നുണ്ട്, ധാരാളം സംഭവങ്ങളുണ്ട് ജീവിതത്തിൽ. എനിക്ക് തോന്നുന്നു അത് അങ്ങനെ ഉണ്ടാവാൻ കാരണം പഠിച്ചു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും ഒരു ഉദ്യോഗത്തിന് പോവുക എന്നുള്ളതാണല്ലോ എല്ലാവരും ചെയ്യുക. ഉദ്യോഗത്തിന് പോയി ഒരു സുരക്ഷിതമായ ജീവിതത്തിലേക്ക് പോയെങ്കിൽ വലിയ അനുഭവങ്ങൾ ഉണ്ടാവില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഉദ്യോഗത്തിനൊന്നും പോയില്ല. സാഹിത്യമേ ആദ്യം ഉദ്ദേശിച്ചു. നമ്മൾ സിനിമയൊക്കെ പിന്നീട് വരുന്നതാണ്. ഒരു സാഹിത്യകാരനായി ജീവിക്കുക എന്നൊരു തീരുമാനമെടുത്തതോടുകൂടി സാഹസികതകൾ തുടങ്ങി. ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവുന്നു. ആ പ്രശ്നങ്ങളൊക്കെ കൂടെയാണ് അനുഭവങ്ങളെ സൃഷ്ടിക്കുന്നത്. അനുഭവം ഉണ്ടാവണമെന്ന് വിചാരിച്ചതല്ല, പക്ഷേ അനുഭവം ഉണ്ടായിപ്പോയി. ജീവിക്കണമെങ്കിൽ ഈ അനുഭവങ്ങളെ നേരിട്ടേ പറ്റൂ എന്ന് വന്നപ്പോൾ അതിനെ നേരിടുകയായിരുന്നു. അതിലെ ചില സന്ദർഭങ്ങളുടെ കുറിപ്പുകൾ മാത്രമാണ് ഇതിൽ വന്നിട്ടുള്ളത്. അത് വായിച്ചവരൊക്കെ ഇങ്ങനെ നല്ല അഭിപ്രായം പറയുന്നതിൽ എനിക്ക് വളരെ അധികം സന്തോഷം തോന്നുന്നുണ്ട്. കൂടുതൽ എഴുതാനുള്ള പ്രേരണ തോന്നുന്നുണ്ട്. സമയം കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.